ലെപ്പേഡിൻ്റെ ഫ്രഷ് കാഷ്ടോട്ടത് യൂറിൻ്റെ ഇതുപോലും പോയിട്ടില്ല. ടെറിട്ടറി മാർക്കിംഗ് ഉണ്ടല്ലേ അല്ലേ? മാർക്കിംഗ് ഉണ്ടല്ലോ. ഇന്നത്തെ നമ്മുടെ യാത്ര പാലക്കാടുള്ള പറമ്പിക്കുളം ടൈഗർ റിസർവിലോട്ടാണ്. ഇവിടെ സ്റ്റേ അല്ല, നമ്മൾ എലിഫൻറ്റ് സോങ് ട്രക്കിംഗ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ പറമ്പിക്കുളം കയറുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു കോടയാണിത്. പിന്നെ പറമ്പിക്കുളത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ, തമിഴ്നാട് വഴി നമുക്ക് ഈ ഒരു ടൈഗർ റിസർവിലോട്ട് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതാണ് പറമ്പിക്കുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പാലക്കാടിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലമാണെങ്കിലും പാലക്കാട് വഴി നമുക്ക് ഇങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ടോപ്പ് സ്ലിപ്സ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയ സൈറ്റിംഗ് ആണ് കേട്ടോ ഈ കാട്ടുപന്നികൾ. ഈ കാട്ടുപന്നികൾക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട്. കാടിനെ വൃത്തിയോടെ സൂക്ഷിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഇവർക്കാണ്. കാടിലുള്ള ഫുഡ് വേസ്റ്റുകളും അതുപോലെ തന്നെ മൃഗങ്ങളുടെ വേസ്റ്റുകളെല്ലാം ഭക്ഷിക്കുന്നത് ഈ പന്നികളാണ്. കാടിൻ്റെ ഒരു വൃത്തി സൂക്ഷിപ്പുകാരെന്ന് നമുക്ക് ഇവരെ വിളിക്കാം. നിങ്ങൾ ട്രക്കിങ് വരുന്ന സമയത്ത് ഓൺലൈൻ ബുക്ക് ചെയ്ത റെസിപ്റ്റുമായിട്ട് ഈ ഒരു ഇൻഫർമേഷൻ സെൻറ്ററിൽ വന്നിട്ടാണ് നമുക്ക് ഇവിടുന്ന് ബാക്കി ഡീറ്റെയിൽസ് എടുക്കേണ്ടത്. ഇവിടുന്ന് പാസ് എടുക്കണം, എന്നിട്ടായിരിക്കും നമുക്ക് ട്രക്കിങ്ങിന് പോകേണ്ടത്. അങ്ങനെ ട്രക്കിങ്ങിൻ്റെ പാസ് എടുത്ത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് ആനപ്പാടി ചെക്ക് പോസ്റ്റിലാണ് കേട്ടോ. അവിടെ നിന്നാണ് നമ്മുടെ ഈ എലിഫൻറ്റ് സോങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ ആനപ്പാടി ചെക്ക് പോസ്റ്റിൻ്റെ പുറകിൽ തന്നെയാണ് എലിഫൻറ്റ് സോങ്ങിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത്. പക്ഷേ ചില സമയം പാത്ത് മാറ്റിപ്പിടിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു പാത്ത് ട്രൈ ചെയ്യുകയാണ്. നമ്മുടെ പറമ്പിക്കുളം ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നമ്മൾ താഴത്തോട്ട് ഇറങ്ങി. ഇവിടെ നിന്നാണ് നമ്മുടെ പുതിയ എലിഫൻറ്റ് സോങ്ങിൻ്റെ പാത്ത് സ്റ്റാർട്ടാവുന്നത്. പോകുമ്പോൾ തന്നെ ഒരു ചെറിയ അരുവി, അത് കഴിഞ്ഞ് ഒരു കയറ്റം. പല പാത്തുകളുണ്ട് കേട്ടോ. പല ക്ലൈമറ്റിനനുസരിച്ച് പല പാത്തുകളായിരിക്കും ഇവർ നമുക്ക് തരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് ഈ പാത്താണ് കുറച്ച് ബെറ്റർ ആയെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിലോട്ട് കയറുന്നത്. ടെറൈൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. അതായത് നമ്മൾ ടൈഗർ ട്രെയിലിനൊക്കെ പോകുന്ന സമയത്ത് കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ടെറൈൻ ആയിരിക്കും. പക്ഷേ ഇത് കയറ്റം ഇറക്കമൊക്കെ ആയിട്ടുള്ളൊരു ടെറൈനാണ്. ഇത്രയും ഹൈറ്റ് കയറി വന്നു. കാണുമ്പോൾ എത്രത്തോളം ഡെപ്ത് ഉണ്ടെന്ന് മനസ്സിലാവുമെന്നറിയില്ല. ഇത്രയും ഹൈറ്റ് കയറി വന്നു. ഇന്നത്തെ ക്ലൈമറ്റ് ചെറിയൊരു പൊടിക്കോടയുണ്ട്, പിന്നെ അതുപോലെ ചെറിയ തണുപ്പുമുണ്ട്. ഇതിൻ്റെ ഈ സൈഡ് കാണുന്ന ആനമല ടൈഗർ റിസർവ് തമിഴ്നാടിൻ്റെ, ഈ സൈഡ് നമ്മുടെ കേരളത്തിൻ്റെ പറമ്പിക്കുളം ടൈഗർ റിസർവ്. അപ്പോൾ നമ്മൾ പോകുന്ന ഫയർ ലൈനിൽ കൂടെയാണ്. വേനൽക്കാലം ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗം മൊത്തം ഇവിടുത്തെ പുല്ലെല്ലാം കംപ്ലീറ്റ്ലി ചെത്തി വിട്ട് കളയും. ഒന്ന് ബോർഡറും അതുപോലെ തന്നെ തീ പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട്. ഇതൊരു ബോർഡറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പിൽ വേറെ അടിക്കാടുകളൊന്നും നിൽക്കാതെ അവർ വെട്ടിക്കളഞ്ഞേക്കുന്നത്. ടൈഗറിൻ്റെ കാഷ്ടമാണ്, നല്ല പഴക്കമുണ്ട്. ഇതെല്ലാം ടൈഗറിൻ്റെ മൂവ്മെൻറ്റ്സ് ഉള്ള ഏരിയ ആണ്. നമുക്കൊരിക്കലും കാടിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഏരിയയിൽ ടൈഗറില്ല, ഈ ഏരിയയിൽ ലെപ്പേർഡില്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ടെറിട്ടറി അവരെങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കണമെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അതെ, ഇത് വളരെ റീസെൻ്റ് ആയിട്ടുള്ള ടൈഗറിൻ്റെ പൂപ്പാണ്. പിന്നെ നമ്മൾ ബോർഡറിലൂടെ കേട്ടോ നടക്കുന്നത്. നമുക്ക് ചിലപ്പോൾ ഈ അടിക്കാട് വളർന്നുകൊണ്ട് മൃഗങ്ങളെ കാണാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് ഈസി ആയിട്ട് മനസ്സിലാവും. നമ്മുടെ സ്മെല്ലും, നമ്മൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ സോപ്പിൻ്റെ സ്മെല്ലും കൊണ്ട് അവർക്ക് ഒരുപാട് ദൂരത്തുനിന്ന് നമ്മുടെ പ്രസൻസ് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം ഇങ്ങനത്തെ ട്രക്കിങ്ങിനൊക്കെ വരുന്ന സമയത്ത് കുളിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതൊക്കെ ഒരു ചെറിയ ടിപ്സാണ്. സയൻറ്റിഫിക്കലി പ്രൂവൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അല്ലായിരിക്കും. പക്ഷേ അവരുടെ സൈഡിലോട്ട് ആരെങ്കിലും കയറിപ്പോകുന്ന സമയത്ത് അവർക്ക് മണം കറക്റ്റായിട്ട് കിട്ടും. കോട മൂടിയൊരു ടെറൈനിലൂടെ കേട്ടോ നടക്കുന്നത്. ചുറ്റും ചെറിയ പൊടിമഞ്ഞുണ്ട്. നമുക്കത് കാണാൻ പറ്റുമോ എന്നറിയില്ല. ഒരു സ്ട്രീം ഒഴുകുന്നുണ്ട് കേട്ടോ. നമ്മൾ അതൊന്ന് ക്രോസ് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ ടൈഗറിൻ്റെ ടെറിട്ടറികളാണ്.
മാർക്ക് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു കിടിലൻ സ്ഥലം. ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ട്രക്കിങ്ങിന് വന്നവർക്ക് ഒരു ടൈഗറിൻ്റെ സൈറ്റിങ് കിട്ടിയാണ്. അപ്പോൾ ടൈഗറിൻ്റെ മൂവ്മെൻ്റുള്ള നല്ലൊരു ഏരിയ ആണത്. ഒരു ഫയർ ലൈൻ പോലെ ആയതുകൊണ്ട് ഇവർ ഈസി ആയിട്ട് നടക്കും. ഇവിടെ ഒരു കില്ലും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ടെറിട്ടറി മാർക്കിംഗ് ഉണ്ടല്ലേ? ഈ മരത്തിൽ സ്ക്രാച്ച് ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ടൈഗറിൻ്റെ ടെറിട്ടറി മാർക്കിംഗ് ആണ്. മരത്തിൽ സ്ക്രാച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള സെൻറ്റ് ഈ മരത്തിലാവുകയും അത് മറ്റുള്ള കടുവകൾക്ക് അറിയും. അങ്ങനെയാണ് ഇവിടെ ഒരു ടൈഗറിൻ്റെ ടെറിട്ടറി ഉണ്ടെന്ന് മറ്റു കടുവകൾ മനസ്സിലാക്കുന്നത്. ഒരു 5-6 തരത്തിലുള്ള ടെറിട്ടറി മാർക്കിങ്ങുകൾ കടുവയ്ക്കുണ്ട്. അതിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ളതാണ് യൂറിൻ സ്പ്രേ, അതുപോലെ തന്നെ മരത്തിൽ സ്ക്രാച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 5-6 വെറൈറ്റീസ് ഓഫ് ടെറിട്ടറി മാർക്കിംഗ് ഉണ്ട് കടുവകൾക്ക് മാത്രമല്ല ലെപ്പേർഡിനും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ദൂരത്ത് കുറച്ച് കാട്ടികളുടെ കൂട്ടത്തൊക്കെ ഉണ്ട്. ഇവരെല്ലാം ഫീമെയിൽസാണ് കേട്ടോ. ഇതിനകത്തൊരു മെയിൽ ഉണ്ടായിരുന്നു, പക്ഷേ ആൾ വേഗം മുളങ്കാടുകളുടെ ഇടയിലൂടെ പോയി. മെയിലിനെയും ഫീമെയിലിനെയും തിരിച്ചറിയുന്ന ഇവരുടെ കളറും ഉണ്ടാട്ടോ. ഈ ഒരു ബ്രൗണിഷ് കളറാണ് ഫീമെയിലിൽ വരുന്നത്, പക്ഷേ മെയിൽ നല്ല ഡാർക്ക് ബ്ലാക്ക് കളറായിരിക്കും. മസിൽസ് പൊതുവെ കൂടുതൽ മെയിലിനായിരിക്കും. അങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മൾ വീണ്ടും മുളങ്കാടുകൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മുളങ്കാടുകളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനകൾ കൂടുതലുള്ളൊരു ഏരിയ ആണ്. പിന്നെ ഒരു ടൈഗറിൻ്റെ ടെറിട്ടറി കൂടെയാണ്. ഈ മുളങ്കാടുകൾ പേടിപ്പിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉണങ്ങിയ മുളകൾ തമ്മിൽ മുട്ടുമ്പോൾ മനുഷ്യന്മാരെ കൂവുന്നൊരു ശബ്ദം, അല്ലെങ്കിൽ ആരോ പുറയുന്ന വിളിക്കുന്ന ശബ്ദം പോലെയൊക്കെ കേൾക്കും. അതുകൊണ്ട് മുളങ്കാട്ടിലൂടെ പോകുന്ന സമയത്ത് ഒരു പ്രത്യേകതരം ഫീലാണ്. ഇത് നിങ്ങൾ ഇതുപോലത്തെ ട്രക്കിങ്ങിൽ വന്ന് അനുഭവിക്കുക തന്നെ വേണം, എന്നാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. ഭയങ്കര ഒരു ഭീകരതയാണ് ഈ മുളങ്കാടുകൾക്കിടയിലൂടെ നടക്കുന്ന സമയത്ത്. വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുളങ്കൂട്ടങ്ങൾക്ക് അപ്പുറത്തൊരു മൃഗം നിന്നാൽ പോലും നമുക്കറിയാൻ പറ്റില്ല. അതൊരു ആനയാണെങ്കിൽ പോലും നമുക്ക് അതറിയാൻ പറ്റില്ല. മരങ്ങളിലെ തൊലി കണ്ടോ? ഇതെല്ലാം ആന കുത്തി കഴിച്ചേക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ മഡ്ബാത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ചൊറിഞ്ഞു കഴിഞ്ഞാൽ അവർ ദേഹം ഇട്ട് ഉരയ്ക്കുന്നതാണ്. ഈ കാണുന്ന ചളി കണ്ടോ? ആനകൾക്ക് മനുഷ്യന്മാരെ പോലെ എല്ലാ ഭാഗത്തോട്ടും കൈ ചിലപ്പോൾ എത്തില്ലല്ലോ. അപ്പോൾ അവരിതുപോലത്തെ മരങ്ങളിലൊക്കെ ആയിരിക്കും മഡ്ബാത്തൊക്കെ കഴിഞ്ഞ് ചൊറിയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുന്നിൽ ഒരു ആനക്കൂട്ടം നിൽക്കുന്നുണ്ട്. ക്യാമറയിൽ ഒട്ടും ഫോക്കസ് ആയില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിൽക്കുന്നൊരു സ്ഥലം അങ്ങനെയാണ്. നമുക്ക് ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം നമുക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. എങ്ങാനും ഇത് ചാർജ് ചെയ്ത് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓടാനുള്ളൊരു ടെറൈനും ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്യാമറ സ്റ്റാൻഡിൽ പൊക്കി പിടിച്ചിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഫോക്കസ് ഔട്ട് ആവാനുള്ള കാരണം. നമ്മുടെ ടെറൈൻ എന്ന് പറയുന്നത് അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ടെറൈനായിരുന്നു. അതിനകത്ത് ഇവർ നിൽക്കുന്ന സമയത്ത് നമ്മളടുത്ത് ആന ഉണ്ടെന്ന് പോലും അറിഞ്ഞില്ല. ഇവരിവിടെ കിടന്ന് ഭക്ഷണം കഴിക്കുകയാണ്, പക്ഷേ ഇവർ വാലാട്ടുന്ന സൗണ്ടോ അല്ലെങ്കിൽ ചെവിയാട്ടുന്ന സൗണ്ടോ ഒന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഭയങ്കര സൈലൻ്റ് ആയിട്ടായിരുന്നു ഇവരുടെ കഴിക്കൽ. നമ്മൾ നടക്കുന്ന ഈ ട്രക്കിംഗ് പാത്തിൻ്റെ ഏകദേശം ഒരു 10-20 മീറ്ററിനുള്ളിലാണ് കേട്ടോ ആന നിന്നിരുന്നത്. പക്ഷെ ആന ആദ്യം നമ്മൾ കണ്ടില്ലായിരുന്നു. വേറൊരു ആന പോകുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിച്ച് എന്തോ അവിടെ മൂവ് ചെയ്യുന്നുണ്ടെന്ന്. അത് നമ്മൾ ആനയുടെ സൗണ്ട് കേട്ടിട്ടല്ല, എന്തോ ഒരു സാധനം പോകുന്നു എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് നമ്മൾക്ക് ആനയാണെന്ന് മനസ്സിലായത്. ഇത്രയും ചപ്പ് ചവറുകൾ വീണിട്ടും ഇത്രയും ടൺ ഭാരമുള്ള ആനകൾ നടന്നിട്ട് പോലും അതിൻ്റെ ഒരു സൗണ്ട് പുറത്തോട്ട് വന്നില്ല. ആനകളുടെ ഒരു ഇൻ്റലിജൻസ് നമ്മൾ നോക്കണം.
പുറകെ വന്ന് നമ്മളെ തട്ടുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ അറിയുന്ന ആനയാണെന്നുള്ളത്. അപ്പോൾ ഇവർക്ക് ശബ്ദം ഉണ്ടാക്കാതെ നമ്മുടെ അടുത്ത് വരെ വരാനുള്ളൊരു കഴിവ് വല്ലാത്തൊരു കഴിവ് തന്നെ കേട്ടോ. അത് ഞാൻ ശരിക്കും മനസ്സിലാക്കിയത് ഈ ഒരു ട്രക്കിങ്ങിലാണ്. കാര്യം ചപ്പ് ചവറുകളും അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ ഇഷ്ടംപോലെ നമ്മൾ നടക്കുന്ന പാത്തിലുണ്ടായിരുന്നു. നമ്മുടെ ചെരുപ്പിൻ്റെ സൗണ്ടിനേക്കാളും അല്ലെങ്കിൽ നമ്മൾ ചവിട്ടുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടിനേക്കാളും വളരെ കുറഞ്ഞ സൗണ്ടിലാണ് ഇത്രയും ടൺ വെയിറ്റുള്ള ആന പെട്ടെന്ന് നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോയത്. ലെപ്പേഡിൻ്റെ ഫ്രഷ് കാഷ്ടോട്ടത് യൂറിൻ്റെ ഇതുപോലും പോയിട്ടില്ല. ഈ വഴിക്ക് ലെപ്പേഡ് പോയിട്ടുണ്ട്. നമ്മൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ലെപ്പേഡിൻ്റെയും ടൈഗറിൻ്റെയും നല്ല പ്രസൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഇപ്പോൾ കണ്ട ലെപ്പേഡിൻ്റെ കാഷ്ടമടക്കം ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാക്സിമം പഴക്കം ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ യൂറിൻ്റെ സ്മെല്ല് നമുക്ക് നല്ലപോലെ കിട്ടുന്നുണ്ട്. ആ യൂറിൻ്റെ നനവ് അവിടെ നിന്ന് പോയിട്ടുമില്ല. അപ്പോൾ നമ്മൾ വരുന്നതിന് ചിലപ്പോൾ ഒരു 1/2 മണിക്കൂർ മുമ്പാവും അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പാവും ലെപ്പേഡ് പാസ് ചെയ്ത് പോയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളെ അത് എവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് വീക്ഷിക്കുന്നുണ്ടാവും. നമുക്ക് അവരെ കാണാൻ പറ്റില്ലെങ്കിലും അവർക്ക് നമ്മളെ എന്തായാലും കാണാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ പ്രസൻസ് അവർക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. അതൊക്കെയാണ് മൃഗങ്ങളുടെ ഒരു പ്രത്യേകത, കൗതുകകരമായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. കാട്ടിൽ പോകുന്ന സമയത്ത് നമ്മൾ ചുറ്റും നിരീക്ഷിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അനിമൽസിനൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മൾ ചുമ്മാ ബ്ലൈൻഡ്ലി നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നിനെയും ഒരിക്കലും കാണാൻ സാധിക്കില്ല. കാടിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് തന്നെയാണ്. നമ്മൾ ഈ കാണുന്നൊരു പാറപ്പുറത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. നമ്മുടെ ട്രക്കിംഗ് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. നമ്മൾ ആന കണ്ട അവിടെ നിന്ന് കുറച്ച് താഴത്തിറങ്ങി. കാര്യം അത് 2 ആനകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പിടിയാനകൾ പൊതുവേ ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഒരു 10-15 പേരും ഒക്കെ ആയിട്ട് ഗ്രൂപ്പുകളായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കയറുന്ന വഴിക്ക് നമ്മളൊരു ആനയെ കണ്ടു. അതിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഏകദേശം സേഫായിട്ടുള്ള സോൺ നമ്മൾ നോക്കുമ്പോഴേക്കും ആന അകത്തോട്ട് പോയ സൗണ്ട് പോലും നമ്മൾ കേട്ടില്ല. നമ്മൾ ആന അവിടെ അനങ്ങാതെ നിൽക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ പോയി നോക്കുമ്പോൾ ആനയെ കാണാനില്ല. അത്രയും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ക്രിയേച്ചറാണ് ആന എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവർ കൂട്ടം തെറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്ലിറ്റായിട്ട് ഇങ്ങനെ ഷാറ്റേഡായിട്ട് അവർ നിൽക്കുന്നുണ്ടാവും. പക്ഷെ നമുക്കത് അറിയാൻ പറ്റില്ല. നമ്മൾ ചെരുപ്പിട്ട് ഉണ്ടാക്കുന്ന സൗണ്ടിനേക്കാളും അവർ നടക്കുന്ന സമയത്ത് സൗണ്ട് കുറവായിരിക്കും. അത്രയും ടണ്ണ് വെയിറ്റുള്ള ആന കാട്ടിൽ നടക്കുന്ന സമയത്ത്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത, ഒരു ഭംഗി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അധികം നേരം അവിടെ നിന്നില്ല. നമുക്ക് ഓടാനോ അല്ലെങ്കിൽ സേഫായിട്ട് എവിടെയെങ്കിലും കയറി നിൽക്കാൻ പറ്റുന്നൊരു ടെറൈൻ ആയിരുന്നില്ല അത്. അതുകൊണ്ട് നമ്മൾ താഴെ ഇറങ്ങി. ഇപ്പോൾ ഈ ഒരു ഓപ്പൺ ടെറൈനിൽ വന്നിട്ടാണ് നമ്മൾ റെസ്റ്റ് എടുത്തത്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സഫാരിക്ക് പോകുന്ന റോഡെത്തും. ആ റോഡെത്തുമ്പോൾ ഏകദേശം നമ്മുടെ എലിഫൻറ്റ് സോങ് അവസാനിക്കും. അപ്പോൾ ഈ ട്രക്കിങ്ങിന് വരുമ്പോൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്പ്രേ അല്ലെങ്കിൽ നമ്മുടെ മോയ്സ്ചറൈസിങ് ക്രീം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കിയിട്ട് വരിക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ലൊക്കെ അവർക്ക് ഈസി ആയിട്ട് കിട്ടും. ഈ സ്മെല്ലൊക്കെ ഒരു 2-3 കിലോമീറ്റർ മുന്നേ തന്നെ അവർക്ക് ഈസി ആയിട്ട് സെൻസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത്രയും കഴിവുള്ള ജീവികളാണ് കാട്ടിനകത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുവന്നതിന് ചിലപ്പോൾ നമുക്ക് ആനിമൽ സൈറ്റിങ്സോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ പെട്ടെന്ന് പോയി പെടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സേഫായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കുളിക്കാതെ വരാൻ നോക്കുക. അതൊരു ടിപ്പാണ്. ഞാനൊരു ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് അവിടുത്തെ ഒരു ഗൈഡ് പറഞ്ഞു തന്നൊരു ടിപ്പാണ്. എത്ര ആൾക്കാരത് ഫോളോ ചെയ്യുന്നുണ്ട്, എത്രത്തോളം അത് സത്യമാണെന്ന് അറിയില്ല. പക്ഷേ എന്നിരുന്നാലും അതിനകത്ത് നമ്മൾ സയൻറ്റിഫിക്കലി നോക്കുന്ന സമയത്ത് ഒരു ചെറിയ കാര്യമുണ്ട്. നമ്മൾ സോപ്പിനകത്ത് കെമിക്കൽസും കാര്യങ്ങളും അല്ലെങ്കിൽ സോപ്പിനകത്ത് ചെറിയ മണമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇതവർക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. അങ്ങനെ തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഈ ഒരു ഓന്തിനെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയപ്പോൾ എടുത്താണ് കേട്ടോ. ഇതാണ് നമ്മുടെ പാറയോന്ത് അല്ലെങ്കിൽ പെനിൻസുലാർ റോക്ക് അഗാമ എന്നറിയപ്പെടുന്ന ഓന്ത്. ഇത് ഫീമെയിലാണ്. ഇതിൻ്റെ മെയിലിന് ബ്ലാക്കും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ളൊരു കളറായിരിക്കും വരുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരും ടെറിട്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർക്ക് ഓരോ പാറകളാണ് ഇവരുടെ ടെറിട്ടറി. ആ പാറയിലോട്ട് മറ്റു ഓന്തുകൾ കയറി വരുന്ന സമയത്ത് ഇവിടെ അവരൊരു വിഷയം ഉണ്ടാക്കും. അപ്പോൾ ഇവരും ടെറിട്ടറി കീപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൗതുകരമായിട്ടുള്ള കാര്യമാണ്. മെയിലിനെ അപേക്ഷിച്ച് ഫീമെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ക്യാമോഫ്ലാഷ്ഡ് ആയിട്ടുള്ളൊരു കളർ തന്നെയാണ്. പാറപ്പുറത്ത് ഇവർ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ഓന്തുണ്ടെന്നോ അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ടെന്ന് പോലും നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. നമ്മുടെ ട്രക്കിംഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ട്രക്കിങ്ങിൻ്റെ കോസ്റ്റ് ഒരാൾക്ക് വരുന്നത് 300 രൂപയാണ്. മിനിമം 5 പേര് വേണം. അല്ലെങ്കിൽ 1500 രൂപ കൊടുത്ത് നമ്മൾ ബുക്ക് ചെയ്യാം. ഒരാളാണെങ്കിൽ 1500 കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാം. ഇപ്പം നമ്മൾ 2 പേരുണ്ടായിരുന്നുള്ളൂ. നമ്മൾ 2 പേരും കൂടെ 1500 കൊടുത്തിട്ടാണ്
പോയത്. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ഡിസ്റ്റൻസ് ഏകദേശം ഒരു 6 കിലോമീറ്ററാണ്. പിന്നെ പാത്ത് മാറുന്നതിനനുസരിച്ച് ഡിസ്റ്റൻസിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും. ബിഗിനർ ഫ്രണ്ട്ലി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് കുറച്ച് ടഫായിരിക്കും. ഞങ്ങൾ ഇന്ന് പോയ ടെറൈൻ നോക്കുന്ന സമയത്ത് കുറച്ച് ബിഗിനേഴ്സിന് കുറച്ച് ടഫായിരിക്കും. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ചെറിയ സ്റ്റാമിന ഉള്ളവർക്ക് കയറി പോകാൻ പറ്റുന്ന ടെറൈനാണ്. അപ്പോൾ ഇതാണ് പറമ്പിക്കുളത്തിൻ്റെ എലിഫൻറ്റ് സോങ് ട്രക്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ വരാൻ താല്പര്യമുള്ളവർ പറമ്പിക്കുളത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി ബുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഗൈഡുകളുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഇവിടെ നിന്ന് നമുക്ക് ട്രക്കിങ്ങിന് പോകാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് വരിക. ഇവിടെ ചിലപ്പോൾ ഗൈഡുമാരില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഈ ട്രക്കിങ് രാവിലെയും ഉച്ചയ്ക്കും സ്ലോട്ടുണ്ട്, 2 സ്ലോട്ട് ഹാഫ് ഡേ ട്രക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള അതുപോലെ ട്രക്ക് ചെയ്ത് കയറാം. മോസ്റ്റ്ലി രാവിലെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിങ്ങിൽ നമുക്ക് അനിമൽസൊക്കെ കാണാൻ പറ്റും. ഈവനിങ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുന്ന സമയത്ത് കാടല്ലേ, ഇരുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ചിലപ്പോൾ വിസിബിലിറ്റി ലോ ആയിരിക്കും, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന കാഴ്ചകളായിരിക്കും. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവർ രാത്രി ബുക്ക് ചെയ്യാം. അല്ല, രാത്രി എന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷമുള്ളത്, അല്ലെങ്കിൽ രാവിലെ ബുക്ക് ചെയ്തിട്ട് കയറാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.